ഷാഹിദ് ബ്രോ, യെസ്. നിങ്ങളുടെ കളക്ഷനിൽ ഒരുപാട് പെർഫ്യൂം ഉണ്ടല്ലോ. യെസ് ഉണ്ടല്ലോ. അതിൽ നിങ്ങൾ റീപർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതായിരിക്കും? റീപർച്ചേസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഞാൻ ഈ അടുത്ത് 2-3 ഫ്രാഗ്രൻസ് റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതാദ്യം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ കിസ് ആൻഡ് അക്കോയ. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു ഫ്രാഗ്രൻസ് ആണ്. മൈസൺ ക്രിവേലി ഊതുമറക്കൂജൻ്റെ ബ്യൂട്ടിഫുൾ ഫെനോമിനൽ ടിസ്റ്റ്. ദ നെക്സ്റ്റ് വൺ നോ ഫ്രം മാജിദ് ലൂദ് 2024 മിഡിൽ ഈസ്റ്റിലെ അവാർഡ് വിന്നിങ് ആയിട്ടുള്ള പെർഫ്യൂമാണ് നോർ. ഇത് രണ്ടും ഒരു ഊത് അറബിക് ടച്ച് ആണ്. ദ നെക്സ്റ്റ് വൺ എസ്കാലോൻ്റെ അൽഫ്. ഇത് ഞാൻ ഉപയോഗിച്ച് ഏകദേശം 10 ml ബാക്കിയുണ്ടായിരുന്നു. നമ്മുടെ ജിമ്മിലെ ട്രെയിനർക്ക് ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് പുള്ളി കൊടുത്തു. പകരം ഞാനൊന്ന് കളക്ട് ചെയ്തു. ഓക്കെ ബ്രോ, ഇത് ഓക്കെ. വേറെ ഏതൊക്കെ പെർഫ്യൂമാണ് നിങ്ങൾ റീപർച്ചേസ് ചെയ്യല്? വേറെ ഏതൊക്കെയാണെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ നോക്കിയിട്ടും മാജിദിൻ്റെ ക്യോർ ഇത് ഞാൻ റീപർച്ചേസ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞാനത് ഉപയോഗിച്ച് വരുന്നുള്ളൂ. ഓക്കെ, മേ ബി ദിസ് വൺ. പിന്നെതാ കിസിൻ്റെ ഇമ്പീരിയൽ വാലി. ഇത് കുറച്ചും കൂടി ഉള്ളൂ. ഞാനത് വല്ലാതെ ഡീക്കാൻ്റെ ആർക്കും കൊടുത്തിട്ടില്ല. ചിലപ്പോൾ ഇതിൻ്റെ 200 ml ഞാൻ ഒന്നും കൂടി പർച്ചേസ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ദ നെക്സ്റ്റ് വൺ ഇതാ നമ്മുടെ XP പെർഫ്യൂമിൻ്റെ ഹുലൂദ് നമ്പർ 1. ഇത് തീരാനായിട്ടില്ല. ചിലപ്പോൾ ഇത് തീർന്നാൽ ചിലപ്പോൾ ഞാനത് റീപർച്ചേസ് ചെയ്യും. ദ നെക്സ്റ്റ് വൺ ചോദിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ റീപർച്ചേസ് ചെയ്യുന്നതാ ഷേക്കൽ ഫ്രാൻസി ഫ്രം മൈസോൺ ആൻ്റണി മർമീൻ. ഞാനിത് വളരെ റയറായിട്ട് അത്രയും അടിപൊളിയായിട്ടുള്ള ഒക്കേഷനിലൊക്കെ ഞാനത് യൂസ് ചെയ്യാറുള്ളൂ. വെരി സ്ട്രോങ് കമ്പോഡി ഊതൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ് ദിസ് വൺ. ദ നെക്സ്റ്റ് വൺ ഫെന്നക്കിൻ്റെ ട്രയോളജി. ഒന്നും പറയാനില്ല. ഇമ്പീരിയൽ വാലി, അക്കോയ, നോയർ ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു, പിന്നെ നമ്മുടെ ലക്ഷറി മെയ്ഡാൻ ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു വൈബ് തരുന്ന ഫ്രാഗ്രൻസ് ആണ് ട്രയോളജി ഫ്രം ഫെന്നക്ക്. ലവ്ഡ് ഇറ്റ്. പിന്നെ ബ്രോ, നീഷാൻ ഡിസൈനറിൽ ഏതെങ്കിലും നിങ്ങൾ റീപർച്ചേസ് ചെയ്യോ? നീഷാൻ ഡിസൈനറിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അധികം അറബിക് സ്മെൽ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ നീഷാൻ ഡിസൈനർ ഞാൻ ചിലപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മേ ബി നിഷാന് ആനി ഓർ നെക്സോസ് ബൈക്ക് സർജ് ഓഫ്. ചിലപ്പോൾ ഇതായിരിക്കും ഞാൻ റീപർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇതായിരിക്കും ചെയ്യല്. ഓക്കെ, ടിക്സേൽ ചിലപ്പോൾ ഇനിയും ലിസ്റ്റിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് ചിലതിങ്ങനെ കുറേ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്കിതൊന്നും കൂടിയും ഒരു അഡിക്റ്റീവായി തോന്നല്. ഞാൻ എൻ്റെ കളക്ഷനിൽ ഒരുപാട് ഉണ്ടായതുകൊണ്ട് പിന്നെ കുറേ ബ്രാൻഡ് അയച്ചു തരുന്നതുകൊണ്ട് എനിക്കിതും ഒരു റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ ടൈം കിട്ടാറില്ല. ഓരോ ബ്രാൻഡ് അയച്ചു തരുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പുതിയത് വാങ്ങിയിട്ട് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ കിസൻ്റെ കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ റീപർച്ചേസിന് ചാൻസ് കൂടുതലാണ്. പിന്നെ വേറെ ഏതാണ് ചോദിക്കുകയാണെങ്കിൽ അജ്മലിൻ്റെ ഹുഫൂക്ക്. ഇത് ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ 2ാമത്തെ ബോട്ടിലാണ്. ഇത് നല്ല അടിപൊളി അറബിക് സ്മെല്ലാണ്, വിത്ത് ഫ്ലോറലിൻ്റെ ടിസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ള അടിപൊളി അറബിക് സ്മെല്ല്. ഓക്കെ, അജ്മലിൽ ഇനിയും ഞാൻ റീപർച്ചേസ് ചെയ്യുന്ന ഒരു സാധനം കൂടി ഉണ്ട്. അത് മുഷിരിക്ക. അത് ഇവിടെ അല്ല, എൻ്റെ അപ്പുറത്തെ റൂമിലുള്ളത്. പിന്നെ അജ്മലിൻ്റെ ഔറം. ഇതിന് ചിലപ്പോൾ ഞാൻ റീപർച്ചേസ് ചെയ്യും. നൈസ് അടിപൊളി സ്മെല്ലാണ്, സെറ്റ് സ്മെല്ലാണ്, ഒന്നും പറയാനില്ല. പിന്നെ അജ്മലിൻ്റെ മോശ. ഇതൊക്കെ ഞാൻ റീപർച്ചേസ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇത് പാഷൻ ഫ്രൂട്ട് വിത്ത് ദഹൻലൂദിൻ്റെ ഒരു മിക്സിംഗ് ആണ്. ഇത് നല്ല അടിപൊളി യുണീക്ക് അറബിക് സ്മെല്ലാണ്. പക്ഷേ ഇതൊന്നും ഞാൻ ലോവർ ലാസ്റ്റിംഗ് പറയുന്നില്ല, പക്ഷേ സ്മെല്ല് അടിപൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി റീഫൊക്കെ ഒരുപാടുണ്ട്. റീഫ് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രൈ ചെയ്തതിന് ശേഷം അതിന് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ ബ്രാൻഡ് ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ അതിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോഴാണ് റീപർച്ചേസ് വരാൻ ചാൻസ് കൂടുതൽ. ഓക്കെ, ഓരോന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, പെർഫ്യൂമൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഫോളോ മോർ.